ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് സെക്കൻഡ് മോഡ്യൂളിനെ പറ്റിയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ DFD ആണ് പറഞ്ഞത് സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറാണ്. നമുക്ക് ഈ ഒരു ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ള 3 ടോപ്പിക്സ്. ഒന്ന് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ, സെക്കൻഡ് വൺ കൊഹിഷൻ, തേർഡ് വൺ കപ്ലിംഗ്. സോഫ്റ്റ്വെയർ ഡിസൈനിൽ വരുന്ന 2 കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ബിൽഡിങ്ങിൻ്റെ കേസ് പറയാം. ഓക്കെ, നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്ന കേസ് മുമ്പ് എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ കേസ് നിങ്ങളിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചതാണ് ഓൾറെഡി. പ്ലാൻ, എലിവേഷൻ, ഇങ്ങനെയുള്ള ഡ്രോയിങ്സൊക്കെ അല്ലേ. ഒരു ബിൽഡിങ്ങിൻ്റെ കേസിൽ ഒരു ടോപ്പിൽ നിന്നുള്ള വ്യൂ, അതായത് എത്ര റൂംസ്, അപ്പോൾ ഒരു വീടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആ റൂംസ്, ഡൈനിങ്, ലിവിങ്, കിച്ചൺ, വർക്ക് ഏരിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നോർമൽ കേസിൽ പ്ലാൻ. അതേസമയം എലിവേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡ് വ്യൂ, ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, അങ്ങനെയുള്ള വ്യൂസ് വരും. പക്ഷെ ഇതിൽ നിന്നൊന്നും നമുക്കൊരു അതിൻ്റെ ഇന്റേണൽ ആ ഒരു സ്ട്രക്ചറിനെ നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് പ്ലാനും എലിവേഷനും കണ്ട് മനസ്സിലാക്കുക എന്നല്ലാതെ അതിൻ്റെ ഒരു സ്ട്രക്ചറൽ വ്യൂ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ആർക്കിടെക്ചറിനകത്ത് വരുന്നത്. ആർക്കിടെക്ചറൽ ഡ്രോയിങ്ങിനകത്ത് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ നമുക്ക് എന്താക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ട് നമുക്ക് അതിൻ്റെ മെറ്റീരിയൽസ്, കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ സ്റ്റഡീസ് വേറെയും വരും. ഓക്കെ, അപ്പം അതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു ബിൽഡിങ് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പിന്നെ നമ്മുടെ ഡ്രോയിങ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു സ്ട്രക്ചർ, നമ്മൾ ഇപ്പോൾ ഒരു വലിയ ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു സ്ട്രക്ചർ നമ്മൾ സ്റ്റുഡിയോ വർക്കൊക്കെ ചെയ്യുന്ന പോലെ ചെറുങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ജസ്റ്റ് ഒരു ഡെമോ വേർഷൻ പോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ. ഓക്കെ, സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിനകത്തുള്ള ഇത് എന്താന്ന് നോക്കാം. ഓക്കെ, സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ റെഫേഴ്സ് ടു ദി ബിഗ്ഗർ സ്ട്രക്ചർ ഓഫ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം. യെസ്, ഒരു ബിഗ്ഗർ സ്ട്രക്ചറാണ്. അതായത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. ആ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഉണ്ടാവും, അതർ ഡീറ്റെയിൽസ് ഉണ്ടാവും, കുറച്ച് ഡാറ്റ ഫ്ലോസ് ഉണ്ടാവും, കൺട്രോൾ ഫ്ലോസ് ഉണ്ടാവും, വേറൊരു കമ്പോണൻറ്റ് മറ്റേ കമ്പോണൻറ്റുമായിട്ട് ഡിപ്പെൻഡൻസീസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് തരം റിലേഷൻഷിപ്സും കമ്പോണൻസും എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു ബ്ലൂ പ്രിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യാന്നറിയോ? നമ്മൾ ഒരു സാധാരണ നിങ്ങളിപ്പോൾ ഒരു 100 ലൈൻസ് ഒക്കെ ഉള്ള ഒരു പ്രോഗ്രാം, ചെറിയ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് 100 ഒരു 400 ലൈൻസ് ഉള്ള ഒരു പ്രോജക്റ്റ്, അതിൻ്റെ ഒരു സൈസ് ഞാൻ ചുമ്മാ പറയാണ്, ഒരു 400 ലൈൻസ് ഓഫ് കോഡ്, LOCയിലാണ് നമ്മൾ പറയാം, ലൈൻസ് ഓഫ് കോഡ്. ഒരു 400 LOC ഉള്ളൊരു പ്രോഗ്രാം, ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് നമ്മൾ എഴുതുകയാണ്, ഒരു പ്രോജക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു ചെറിയൊരു പ്രോജക്റ്റിന് അല്ലെങ്കിൽ ചെറിയൊരു പ്രോബ്ലം സോൾവിങ്ങിന് നമ്മൾ ഇങ്ങനെ ഒരു ആർക്കിടെക്ചർ ഒന്നും ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു പ്രോജക്റ്റിനകത്ത് ലോജിക്കലി നമുക്ക് ഇത്ര പ്രോഗ്രാംസ് വരും. അത് ഏകദേശം നമ്മൾ ആ ലോജിക്ക് ഉപയോഗിച്ചിട്ട് തന്നെ 1, 2, 3 പേര് ഇരുന്നിട്ട് ജസ്റ്റ് അടിച്ചുണ്ടാക്കാം അല്ലേ. അതേസമയം നമ്മൾ ഒരു വലിയൊരു പ്രോഗ്രാം, ഒരു പ്രോജക്റ്റ് ചെയ്യാണ്, ഒരു അറൗണ്ട് ഒരു 10,000 ലൈൻസ് ഓഫ് കോഡ് വരികയാണ്. ഓക്കെ, ഒരു 10,000 ലൈൻസ് ഓഫ് കോഡൊക്കെ വരുന്ന സമയത്ത് നോർമൽ കേസിൽ ഒരു 10,000 എബോ ഒക്കെ ലൈൻസ് ഓഫ് കോഡ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഡയറക്റ്റായിട്ട് ആ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്ത് കോഡ് എഴുതാൻ വേണ്ടി പോവല്ല ചെയ്യാം. നമുക്ക് ഏകദേശം നമ്മൾ മുമ്പേ മനസ്സിലാക്കി വെക്കും ഏകദേശം ഇത്രയൊക്കെ വരും എന്നുള്ള സൈസ്. ഓക്കെ, സൈസ് മുന്നേ കൂട്ടി ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യും. അതേസമയം അതിൽ എന്തെല്ലാം കാര്യങ്ങൾ വരും, മീൻസ് അതിൻ്റെ നമ്മളിപ്പം എന്താ പറയുക, അതിൽ നമ്മൾ ക്ലാസ് ഡയഗ്രാംസ് വരയ്ക്കേണ്ട, എത്ര തരം ക്ലാസ്സുകൾ, പ്രൊസീജിയേഴ്സ്, ഫങ്ഷൻസ്, മൊഡ്യൂൾസ്, ഇങ്ങനെയുള്ള ഒരുപാട് തരം കമ്പോണൻസ് നമ്മളൊരു പ്രൊജക്റ്റിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കുകയും വേണം. അത് നമ്മളതിൻ്റെ മുമ്പേ ആ ഫങ്ഷൻസിനെയൊക്കെ നമ്മൾ SRSലൊക്കെ പ്രത്യേകം എന്ത് ചെയ്യുന്നുണ്ട്, സ്പെസിഫൈ ചെയ്യുന്നുണ്ട്.
ഓക്കെ, ആ കംപ്ലീറ്റ് കാര്യങ്ങളും ഒരു സോഫ്റ്റ്വെയറിനകത്ത് എന്തെല്ലാം വരുന്നുണ്ടോ അതെല്ലാം അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗമാണെങ്കിൽ അതാണ് എന്ത് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ. ആക്ച്വലി ഒരു ബ്ലൂ പ്രിൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഒരു ആക്ച്വൽ സോഫ്റ്റ്വെയറിൻ്റെ ജസ്റ്റ് ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് ഇത് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഒരു ആർക്കിടെക്ചറിൻ്റെ റോൾ? എന്തിനാണ് ഈ ആർക്കിടെക്ചർ ഉപയോഗിക്കുന്നത്? അതാണ് it identifies the requirements that affect the structure of application. എന്തൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് പ്രത്യേകം നമുക്ക് ഇതിനകത്ത് മീൻസ് റിക്വയർമെൻറ്റ് പല രീതിയിലുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ ഒരുവിധം മാക്സിമം ഒരു 99% നമ്മുടെ SRS ഡോക്യുമെൻറ്റിലെ കണ്ടൻസ് ആണ് ആക്ച്വലി. ഓക്കെ, അതൊക്കെ നമ്മുടെ ഈ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതുമാണ്. ഓക്കെ, അപ്പം ആ റിക്വയർമെൻറ്റിനനുസരിച്ചാണ് എന്തുണ്ടാവുക, ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക. ഇത്ര ക്ലാസ്സസ്, ഓക്കെ, ഇത്ര മോഡ്യൂൾസ്, ഇത്ര ഫങ്ഷൻസ് എന്നുള്ള രീതിയിൽ ആ ഒരു റിക്വയർമെൻറ്റ്സിനെ ബേസ് ചെയ്താണ് ഉണ്ടാക്കിയെടുക്കുക. ഇറ്റ് എക്സ്പോസ് ദി സ്ട്രക്ചർ ഓഫ് ദി സിസ്റ്റം, സ്ട്രക്ചർ ഓഫ് ദി സോഫ്റ്റ്വെയറിൻ്റെ സ്ട്രക്ചറിനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ സ്ട്രക്ചർ ഓഫ് ദാന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയേക്കുവാണ്. സ്ട്രക്ചർ ഓഫ് ദി സോഫ്റ്റ്വെയർ ആണ് കേട്ടോ ആക്ച്വലി. ഇറ്റ് റിയലൈസ് ദ ഓൾ ദി യൂസ് കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫങ്ഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, മീൻസ് യൂസ് കേസസും ഉണ്ട്, ടെസ്റ്റ് കേസസും ഉണ്ട്. അപ്പം നമ്മുടെ റിക്വയർമെൻറ്റ്സിനെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ്റെ രീതിയിലാക്കി മാറ്റി നമുക്ക് എഴുതാൻ പറ്റും. ഇന്നേ യൂസസ് ആണ്, ഇന്നേ ഉപയോഗങ്ങളാണെന്ന്. ഓക്കെ, അതാണ് യൂസ് കേസസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാൻഡിൽ ബോത്ത് ഫങ്ഷണൽ ആൻഡ് ക്വാളിറ്റി റിക്വയർമെൻറ്റ്സ്. ഒരുപാട് ഫങ്ഷണൽ ആൻഡ് ക്വാളിറ്റി റിക്വയർമെൻറ്റ്സ് എന്ത് ചെയ്യും, ഈ ഒരു സ്ട്രക്ചർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒരുപാടെന്നല്ല, ആ ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും. ഓക്കെ, ഇറ്റ് റെഡ്യൂസസ് ദ ബിസിനസ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ബിൽഡിംഗ് എ ടെക്നിക്കൽ സൊല്യൂഷൻ. ഒരു ടെക്നിക്കൽ സൊല്യൂഷനാണ് ആക്ച്വലി ഒരു വലിയൊരു പ്രോജക്റ്റിനുള്ളൊരു ചെറിയൊരു ടെക്നിക്കൽ സൊല്യൂഷനാണ് എന്ത് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഡെവലപ്പ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ടെക്നിക്കൽ റിക്വയർമെന്റ്സ്. ശരിയാണ്, നമ്മളൊരു ബിസിനസ് ഫീൽഡൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേസിൽ അവിടെയാണ് ഇങ്ങനെയുള്ള വലിയ വലിയ സോഫ്റ്റ്വെയർസ് വലിയ വലിയ ആപ്പുകൾ, ഇതൊക്കെ എന്ത് നമ്മൾ ആപ്പ് ഡെവലപ്പ് ചെയ്യായിക്കോട്ടെ, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യായിക്കോട്ടെ, അതിൻ്റെ ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സിൻ്റെയും ബിസിനസ് സൈഡിൻ്റെയും ഇടയിൽ വരുന്നതാണ് എന്ത് ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ പറഞ്ഞത്? ഇനി സോഫ്റ്റ്വെയർ ഡിസൈൻ. ഈ പറഞ്ഞ സ്ട്രക്ചറിൽ നിന്നാണ് ആക്ച്വലി ഡിസൈൻ ഫോം ചെയ്ത് വരുന്നത്. സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ഇന്നേ ക്ലാസ് വേണം, ഇന്നേ ഫംഗ്ഷൻ വേണം, ഇന്നേ കോഡ് വേണം, ഇന്ന മൊഡ്യൂൾ വേണം എന്നൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. അതിനൊക്കെ ഓരോ നമ്മുടെ എന്താ പറയുക ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫിക്കൽ ഇൻ്റർഫേസസ് ഉണ്ട്. അതാണ് ആക്ച്വലി എന്ത് വരുന്നത്, ഡിസൈൻ വരുന്നത്. ഓക്കെ, ഡിസൈൻ ഇറ്റ് റെഫേഴ്സ് ദ സ്മോളർ സ്ട്രക്ചർ ഓഫ് ദി സോഫ്റ്റ്വെയർ സിസ്റ്റം. നേരത്തെ പറഞ്ഞു നമ്മൾ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ബിഗ്ഗർ സ്ട്രക്ചറാണ്. ശരിയാണ്, അതിലെല്ലാ കാര്യത്തിനെ പറ്റിയും അതിനകത്ത് പറയും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വേറെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ കമ്പോണൻസ് ഉണ്ടെങ്കിൽ അതും ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിനകത്ത് പറയും. പക്ഷെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ആർക്കിടെക്ചറിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും ഡിസൈനിൽ നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവരില്ല ചെയ്യുക. അതിനെയൊക്കെ നമ്മൾ അതിലെ 1, 2, 3 കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ. ഓക്കെ, അതിലുള്ള കുറേ കാര്യങ്ങൾ ഏതൊക്കെയാണ് കോറിലേറ്റ് ചെയ്ത് കിടക്കുന്നത്, റിലേഷൻഷിപ്പ് ഏതൊക്കെ തമ്മിലാണുള്ളത്, ഏതൊക്കെ നമ്മൾക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും, ഏതൊക്കെ മൊഡ്യൂൾസ് എന്നൊക്കെ നോക്കിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് നല്ലൊരു ഗ്രാഫിക്കൽ ഇന്റർഫേസസ്, കുറേ വിൻഡോസും കുറേ ഫ്രെയിംസും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസൈൻ ചെയ്യും. ഓക്കെ, അതാണ് ആക്ച്വലി ഡിസൈൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് റെഫേഴ്സ് ദി സ്മോളർ സ്ട്രക്ചർ ഓഫ് ദി സോഫ്റ്റ്വെയർ സിസ്റ്റം. It deals with the internal design of a software system. Internal designing എന്തിലാണ് വരിക, ഈ ഒരു ഇതിനകത്താണ്. ഇന്റേണലും എക്സ്റ്റേണലും കൂടി ശരിക്കും വരുന്നത് ഏതിനാണ്, ആർക്കിടെക്ചറിനകത്താണ്. ഇന്റേണൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പേജിൽ നിന്ന് ഏതൊരു പേജിലോട്ട് ലിങ്ക് പോകണം, അവിടെ നമ്മൾ വാല്യൂസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് റിസൾട്ട് വരണം, ഇതിന്റെ ഡാറ്റാബേസിൽ ഏതൊക്കെ റെക്കോർഡ്സ് എങ്ങനെയൊക്കെ സേവ് ചെയ്യണം, അങ്ങനെയുള്ളതാണ് ഇന്റേണൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് എ ഡിസൈൻ പ്ലാൻ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ സിസ്റ്റം എലമെന്റ്സ് and how they work together. ഓക്കെ, ഏതൊക്കെയാണ് സിസ്റ്റം എലമെന്റ്സ് എന്നുള്ള ഒരു പ്ലാനിങ്
നമുക്ക് ഈ ഒരു ഡിസൈനിൽ കിട്ടും. അതേപോലെ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നത്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഈ ഒരു ഡിസൈനിന്റെ ഭാഗമായിട്ടാണ് ഉള്ളത്. ഇറ്റ് ഗൈഡ്സ് ദി ഇംപ്ലിമെന്റേഷൻ ടാസ്ക് സച്ച് ആസ് ഡീറ്റെയിൽഡ് ഡിസൈൻ കോഡ്. നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു ചെറിയൊരു ഡിസൈനിന്റെ കേസാണ്. ഈ ഡിസൈൻ നിന്നാണ് ശരിക്കും നമ്മുടെ ഒറിജിനൽ സോഫ്റ്റ്വെയറിന്റെ ഒരു ഫസ്റ്റ് പടിയാണ് ഈ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പ്രീ ഡിസൈൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇനി അടുത്തതാണ് ഡീറ്റെയിൽഡ് ഡിസൈൻ. അതായത് ഇതിലുള്ള ചിലപ്പം ഒരു മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ അതിനൊരു ഒരു 30 to 40 സബ് മൊഡ്യൂൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കും, നമ്മൾ ഇതിനകത്ത് ഡിസൈനകത്ത് ഇത്ര മൊഡ്യൂൾസ് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഓരോന്നിനും സബ് മൊഡ്യൂൾസ് ഒക്കെ. അതാണ് ഡീറ്റെയിൽഡ് ഡിസൈൻ എന്ന് പറയുന്നത്. ആ ഡീറ്റെയിൽഡ് ഡിസൈനിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഡിങ് ചെയ്യാം. ആ കോഡിങ് ചെയ്തതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റിംഗ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? നമ്മളിതൊക്കെ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇൻ ദിസ് the requirement specified in the SRS document is transformed into a structure that's suitable for implementing using some programs. ഇതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ SRS ഡോക്യുമെന്റിലുള്ള കാര്യങ്ങൾ എന്താണ്, ഓക്കെ, അതെന്ത് ചെയ്യും, ട്രാൻസ്ഫോംഡ് ഇൻ ടു സ്ട്രക്ചർ. അതിന് നമ്മൾ കുറച്ച് പ്രോഗ്രാംസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യും. ആക്ച്വലി ഡിസൈനിനകത്ത് ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ കോഡിങ് വരുമ്പോഴേക്കാണ് എന്ത്, അതിന് നമ്മൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ. സോഫ്റ്റ്വെയർ ഡിസൈൻ ഇൻക്ലൂഡ്സ് 2 ലെവൽസ്. 2 ലെവൽസ് ആണല്ലോ. ഒന്ന് ഹൈ ലെവൽ ഡിസൈനും മറ്റേത് ഡീറ്റെയിൽഡ് ഡിസൈൻ. ഓക്കെ, ഇൻ ഹൈ ലെവൽ ഡിസൈൻ the main system is divided into subsystems or modules. It recognizes the modular structure of each subsystem and their relations and interaction among each other. ഓക്കെ, നമ്മൾ ഇത്രയും മനസ്സിലാക്കാം. ഹൈ ലെവൽ ഡിസൈനിനകത്ത് നമ്മുടെ ടോട്ടൽ പ്രോജക്റ്റിനെ കുറേ മൊഡ്യൂൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നോർമൽ കേസിൽ കുറേ മൊഡ്യൂൾസ്. ഇനി ഈ മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ടാണ് എന്ത്, നമ്മുടെ ഡീറ്റെയിൽഡ് ഡിസൈനിനകത്ത് കുറേ സബ് മൊഡ്യൂൾസും ഒക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് ക്ലാസ്സസ്, കാര്യങ്ങൾ, ഫങ്ഷൻസ് ഒക്കെ വരുന്നത്. ഡീറ്റെയിൽഡ് ഡിസൈൻ ഡീൽസ് വിത്ത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ മൊഡ്യൂൾസ്. കാരണം ഓരോ മൊഡ്യൂളിന് എടുത്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 10-40 സബ് മൊഡ്യൂൾസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ക്ലാസ്സസ്, പ്രൊസീജിയേഴ്സ്, നമ്മുടെ എന്താ പറയുക, ഫങ്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ ഓരോ സബ് മൊഡ്യൂള്, കുറേ സബ് മൊഡ്യൂൾ ഉണ്ടാവും പറഞ്ഞില്ല ഒരു മൊഡ്യൂളിനകത്ത്, അതായത് ഡീറ്റെയിൽ ഡിസൈനർ. ഇനി ഈ സബ് മൊഡ്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷനും കാര്യങ്ങളും, ഇതിൻ്റെ ഇൻപുട്ട് മറ്റേതിൻ്റെ ഔട്ട്പുട്ടായിട്ട് പോകുന്നു, ഇതിനുള്ള ഇതിൻ്റെ ഔട്ട്പുട്ട് മറ്റേതിൻ്റെ ഇൻപുട്ടായിട്ട് പോകുന്നു, ഇത് തമ്മിൽ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്, മറ്റേ ഒരു സബ് മൊഡ്യൂളിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ സബ് മൊഡ്യൂളാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഡീറ്റെയിൽഡ് ഡിസൈനകത്താണ് വരും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പം ഇതാണ് 2 തരം ഡിസൈൻസ്. ഇനി നമുക്ക് പറയാനുള്ളത് ഡിസൈനിലുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഡിസൈനില് കുറച്ച്, ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ഞാനൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, കൊഹിഷൻ ആൻഡ് കപ്ലിംഗ് എന്നാണ് കേട്ടോ. ആ ആൻഡ് എന്നുള്ളത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കൊഹിഷൻ ആൻഡ് കപ്ലിംഗ്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു ഡിസൈനിൻ്റെ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരു മൊഡ്യൂൾ നമ്മളൊരു മൊഡ്യൂൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്ന് കപ്ലിംഗ്, ഒന്ന് കൊഹിഷൻ. ഓക്കെ, ഫിസിക്സിലൊക്കെ ഈ കപ്ലിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, കൊഹിഷനും കപ്ലിംഗും ഒക്കെ. ഓക്കെ, അത് ഒരു നല്ലൊരു ഡിസൈൻ അല്ലെങ്കിൽ നല്ലൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കേണ്ടത് ഹൈ കൊഹിഷനും ലോ കപ്ലിംഗ് ആണ്. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ കൊഹിഷൻ എന്താ, കപ്ലിംഗ് എന്താന്ന് പറയാം. കൊഹിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെഷർ ഓഫ് ഫങ്ഷണൽ സ്ട്രെങ്ത് ഓഫ് എ മൊഡ്യൂൾ. ഒരു മൊഡ്യൂളിനകത്തുള്ള ഓരോ ഫങ്ഷൻസും എത്രമാത്രം സ്ട്രെങ്തൻ ആണ്, എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ആ ഫങ്ഷനെ കൊണ്ട് എന്ത് ടാസ്ക് ആണോ ഉദ്ദേശിക്കുന്നത് ആ ടാസ്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നതാണ്. അതാണ് അതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതാണ് കൊഹിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം
കപ്ലിംഗ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ കൊഹിഷൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കേസിൽ ഒരു മൊഡ്യൂളിന്റെ കേസിലുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിനുള്ള സബ് മൊഡ്യൂൾസിന്റെ കേസ്. ഓക്കെ, കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഇന്റർഡിപെൻഡൻസീസ് ബിറ്റ്വീൻ ടു മൊഡ്യൂൾസ്. കപ്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു റിലേഷനായി ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ എന്താ പറയുക കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കപ്ലിംഗ്. കൊഹിഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എത്രമാത്രം സ്ട്രെങ്തനായിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് കൊഹിഷൻ. മറ്റത് കണക്ട് ചെയ്ത്, അതായത് എത്രമാത്രം എന്താണ് ഡിപ്പെൻഡന്റ് ആണ് എന്ന് കാണിക്കുന്നതാണ്. അതിന്റെ ഇടയ്ക്കുള്ള ഇന്റർഡിപെൻഡൻസീസ് ആണ് ബിറ്റ്വീൻ മൊഡ്യൂൾസ്, അതാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. കൊഹിഷൻ ഒരു 7 തരമുണ്ട്, ഇതവിടെ എഴുതിയിട്ടുണ്ട്. കോയിൻസിഡന്റൽ കൊഹിഷൻ, ലോജിക്കൽ കൊഹിഷൻ, ടെമ്പറൽ കൊഹിഷൻ, കമ്മ്യൂണിക്കേഷണൽ കൊഹിഷൻ, പ്രൊസീജറൽ കൊഹിഷൻ, സീക്വൻഷ്യൽ കൊഹിഷൻ ആൻഡ് ഫങ്ഷണൽ കൊഹിഷൻ. അതേസമയം കപ്ലിംഗ് ഒരു 5 ടൈപ്സ് ഉണ്ട്. ഡാറ്റ കപ്ലിംഗ്, സ്റ്റാമ്പ് കപ്ലിംഗ്, കൺട്രോൾ കപ്ലിംഗ്, കോമൺ കപ്ലിംഗ് ആൻഡ് കണ്ടന്റ് കപ്ലിംഗ്. ഓക്കെ, ഇനി ഇത് നമുക്ക് നോട്ടിൽ നിങ്ങൾ നോട്ട് എഴുതിയെടുത്തതാണ്. ആ നോട്ട് സിമ്പിളായിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, കൊഹിഷൻ എന്താ ഞാൻ പറഞ്ഞത്, ഒരു മൊഡ്യൂളിന്റെ അകത്ത് അല്ലേ പ്രോപ്പർട്ടിയാണ് കൊഹിഷൻ വരുന്നത്. കപ്ലിംഗ് എന്താ, മൊഡ്യൂളുകൾക്കിടയിലുള്ള പ്രോപ്പർട്ടിയാണ് കപ്ലിംഗ്. ഓക്കെ, കൊഹിഷൻ, അതുകൊണ്ടാണ് ഞാൻ കൊഹിഷൻ എഴുതി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാട്ടോ മൊഡ്യൂൾ എന്ന് അവിടെ കൊടുത്തേക്കുന്നത്. ഒരു മൊഡ്യൂളിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻസിന്റെ സ്വഭാവമാണ് എന്ത്, ഫംഗ്ഷൻ എത്രമാത്രം സ്ട്രെങ്തൻ ആണ് എന്ന് കാണിക്കുന്നതാണ് കൊഹിഷൻ. അതേസമയം അങ്ങോട്ടും ഇങ്ങോട്ടും മൊഡ്യൂൾസുകൾക്കിടയിലുള്ള മൊഡ്യൂൾസുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറച്ച് റിലേഷനും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നതാണ് കപ്ലിംഗ്. ഓക്കെ, ഇനി കോയിൻസിഡന്റൽ കൊഹിഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, a module performs a set of tasks relates to each other very loosely. ഒരു മൊഡ്യൂളിന്റെ ഉള്ളിലുള്ള ഫങ്ഷൻസ്, നോർമൽ കേസിലെ ഫങ്ഷൻസ് എന്ത് പെർഫോം ചെയ്യും, സെറ്റ് ഓഫ് ടാസ്ക് പെർഫോം ചെയ്യും. ഓക്കെ, റിലേറ്റ്സ് ടു ഈച്ച് അതർ വെരി ലൂസ്ലി. അത് ഒന്ന് മറ്റൊന്നിനോട് വളരെ ലൂസായിട്ട്, അത്ര വലിയ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് എന്താണോ അതിനുള്ള ഫങ്ഷൻസ് അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ, ഒരു മൊഡ്യൂളിനകത്ത് ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഒരു മൊഡ്യൂളിനകത്ത് എത്രമാത്രം ഫങ്ഷൻസ് ഉണ്ടോ ആ ഓരോ ഫങ്ഷൻസും അതിന്റെ ഫങ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ടാസ്ക് എന്താണോ അത് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റതുമായിട്ട് അധികം റിലേറ്റ് ചെയ്യാതെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. അതാണ് കോയിൻസിഡന്റൽ കൊഹിഷൻ എന്ന് പറയുന്നത്. ഇനി ചിലപ്പം അതിലെന്താണ് കോയിൻസിഡന്റൽ പേര് കാരണം ചിലപ്പോൾ ചില കോയിൻസിഡൻസ് ഉണ്ടാവില്ലേ, ചില കേസിലൊക്കെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്തെന്ന് വരാം, എന്നാലും മാക്സിമം ഡിപ്പെൻഡ് ചെയ്യാതെ. ഓക്കെ, ഇനി ലോജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൾ എലമെന്റ്സ് ഓഫ് മൊഡ്യൂൾ പെർഫോം സിമിലർ ഓപ്പറേഷൻസ്. ഒരു മൊഡ്യൂളിനകത്ത് ഒരു 15 ഫങ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ 15 ഫങ്ഷൻസിനകത്ത് ഒരു ഓൾമോസ്റ്റ് 12 ഫങ്ഷൻസും ഒരേ ടൈപ്പ് ഓപ്പറേഷൻസ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. ഒരു ബാങ്കിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. ഏത് തരത്തിലുള്ള ഒരു അക്കൗണ്ട് ആയിക്കോട്ടെ, ലോൺ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യവും, ഒരു ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ, ഇതിനൊക്കത്തിന് എന്തുണ്ട്, ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെ. ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ട്രാൻസാക്ഷൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. എല്ലാ ഫംഗ്ഷൻ്റെ ഉള്ളിലും ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ അല്ലേ. പക്ഷെ എന്താണ്, അതൊരു ഹൗസിംഗ് ലോണിന്റെ കേസിൽ ഒരു രീതിയിലായിരിക്കും, ഒരു പേഴ്സണൽ ലോണിന്റെ കേസിൽ വേറൊരു രീതിയിലായിരിക്കും, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് കേസിൽ വേറൊരു രീതിയിലായിരിക്കും, ഒരു എന്താ പറയുക, ഒരു RDയുടെ കേസിൽ വേറൊരു രീതിയിലായിരിക്കും. എല്ലാത്തിൻ്റെയും ആ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാറുന്നു എന്നല്ലോ. എല്ലാം ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്, ഒരേപോലെയാണ്. അപ്പോൾ ഒരു മൊഡ്യൂളിനകത്ത് ഒരു 30 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ 30-ൽ ഓൾമോസ്റ്റ് 15 മൊഡ്യൂൾസും ചെയ്യുന്നത് ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആയിരിക്കും. പക്ഷേ ഓരോന്നിനും ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യത്യാസമായിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, ഓൾ എലമെന്റ്സ് ഓഫ് മൊഡ്യൂൾ പെർഫോം സിമിലർ ഓപ്പറേഷൻ. ഇനി ടെമ്പറൽ എന്നാണ് അടുത്തത്, ടെമ്പറൽ കൊഹിഷൻ. ഓൾ ഫങ്ഷൻസ് ആർ എക്സിക്യൂട്ട് ഇൻ ദ സെയിം ടൈം സ്പാൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അത് എല്ലാ കേസിലും എപ്പോഴെങ്കിലും ഒക്കെ വരുന്നൊരു ഇതാണ് കേട്ടോ. ആ ഒരു ടെമ്പറൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ അത് എല്ലായ്പ്പോഴും കിട്ടില്ല, എല്ലായ്പ്പോഴും വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഫങ്ഷൻസും പല സൈസും പല ടൈമും എടുക്കുന്നതാണ്. നോർമൽ കേസിൽ
പിന്നെ ഇതുപോലെയുള്ള ഇപ്പൊ ഈ പറഞ്ഞ ഈ ബാങ്കിന്റെ ഒക്കെ കേസ് പോലെയുള്ള ഇപ്പൊ പറഞ്ഞ ഒരേ ഫംഗ്ഷനൊക്കെ ഒരേ ടൈപ്പ് സിമിലർ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന ഫംഗ്ഷന്റെ കേസിൽ ഒരു പക്ഷെ എന്തായാലും ഏകദേശം ഒരേ സമയവും ആയിരിക്കും. ഓക്കെ, അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മൊഡ്യൂളിനകത്ത് ഒരു 10 ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അതിലൊരു 10 ഒരു 8 ഫംഗ്ഷൻസും ഏതാണ്ട് ഒരേ ടൈമില് ഒരേ ടൈമാണ് അതിനൊക്കത്തിലും റൺ ചെയ്യാൻ വേണ്ടത്, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, ഒരു ഇപ്പോൾ ഇത്ര ഒരു എന്താ പറയാ ഒരു 2 seconds ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാത്തിനും 2 seconds എന്നുള്ള ആ ഒരു കണക്കാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി കമ്മ്യൂണിക്കേഷണൽ ആണ് അടുത്തത്. കമ്മ്യൂണിക്കേഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദി ഫങ്ഷൻസ് റെഫേഴ്സ് സെയിം ഡാറ്റ സ്ട്രക്ചർ. ഒരു ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ കേസിൽ മുമ്പ് സ്ട്രക്ചർ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം ഗ്രൂപ്പ് ഓഫ് ഡാറ്റ ഉണ്ടായിരിക്കും. ആ സെയിം ഗ്രൂപ്പ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ആ സെയിം സ്ട്രക്ചർ ഡാറ്റ സ്ട്രക്ചർ തന്നെയാണ് എല്ലാ ഫംഗ്ഷനും. അതിപ്പോ ഈ പറഞ്ഞ ബാങ്കിന്റെ കേസിൽ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ്. നോർമൽ കേസിൽ സെയിം സ്ട്രക്ചർ ആയിരിക്കില്ലേ എല്ലാത്തിനും. ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എടുക്കാം. ഇനി അതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കേസ് എടുക്കുകയാണ്, അവിടെ ഇപ്പോഴും വരുന്ന സ്റ്റുഡൻസ് അല്ലേ, അല്ലാതെ വേറെ വേറെ മാറുന്നുണ്ടോ? മാറുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും സയന്റിഫിക് അങ്ങനെയൊക്കെയുള്ള കേസിൽ പ്രൊജക്റ്റിലൊക്കെ വരും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ തുടർച്ചയായിട്ടും നമ്മൾ പുതിയ പുതിയ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെ തന്നെയാണ്, കുട്ടികളുടെ ഡീറ്റെയിൽസ് തന്നെയാണ് നമ്മൾ സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്യുന്നത് അല്ലേ? ആ കുട്ടികളുടെ എക്സാമോ ആ കുട്ടികളുടെ അറ്റൻഡൻസ് ആ കുട്ടികളുടെ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ. അപ്പോൾ അവിടെ എന്തായിരിക്കും ഡാറ്റ സ്ട്രക്ചർ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ഫങ്ഷൻസ് റെഫർ സെയിം ഡാറ്റ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അതിന് പറയാം കമ്മ്യൂണിക്കേഷണൽ വേർഷൻ എന്നാണ്. ഓക്കെ, കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ എല്ലാവരും ഈ സാധനമാണ് ഒരേ ഡാറ്റ സ്ട്രക്ചർ ആണ് ഉപയോഗിക്കുന്നത്. അതാണ് അവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നുള്ള പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത് സെയിം സാധനമാണ്. അതുകൊണ്ടാണ് പ്രൊസീജിയർ അടുത്തത് കണ്ടെയ്ൻസ് എ സെറ്റ് ഓഫ് ഫങ്ഷൻസ് ആസ് എ പാർട്ട് ഓഫ് പ്രൊസീജിയർ. ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ് ഒരു മൊഡ്യൂളിലെ ഫങ്ഷൻസ് എങ്കിൽ അതിന് നമ്മൾ പറയാം പ്രൊസീജിയർ എന്നാണ്. ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ് ഒരു മൊഡ്യൂളിലെ ഒരു 10 ഫങ്ഷൻസിനകത്ത് 8 വരുന്നതെങ്കിൽ നമ്മൾ അതിന് പറയാം പ്രൊസീജിയറൽ ക്വസ്റ്റ്യൻ എന്നാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി അടുത്തത് സീക്വൻഷ്യൽ ക്വസ്റ്റ്യൻ. എലമെന്റ്സ് കൺട്രോൾ എ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ്. ഓക്കെ, നമ്മള് ഇതിനകത്ത് ഒരു മൊഡ്യൂളിനകത്തുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ, അതിലെ ആദ്യത്തെ ഒരു 4 ഫങ്ഷൻ ആ സീക്വൻസിന്റെ തുടക്കത്തിലുള്ള കുറച്ച് കാര്യങ്ങളും പിന്നത്തെ ഒരു ഫങ്ഷൻസ് ആ സീക്വൻസിലെ അടുത്ത സെറ്റ് കാര്യങ്ങളും പിന്നെ ലാസ്റ്റ് വരുന്ന ഫങ്ഷൻസ് ആ സീക്വൻസിലെ ലാസ്റ്റ് സെറ്റ് കാര്യങ്ങളുമാണ് ചെയ്യുന്നതെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു 10-15 ഫങ്ഷൻ ഉപയോഗിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം അതിനെയാണ് എന്ന് പറയുന്നത് സീക്വൻഷ്യൽ ക്വസ്റ്റ്യൻ. സീക്വൻഷ്യലി നമ്മൾ ഒരു വലിയൊരു ടാസ്ക് കുറെ ഫംഗ്ഷൻ, ആദ്യത്തെ ഫംഗ്ഷൻ കുറച്ച് അതിന്റെ ആദ്യത്തെ ഭാഗം ചെയ്തു, പിന്നത്തെ ഫംഗ്ഷൻ അതിന്റെ രണ്ടാമത്തെ ഭാഗം ചെയ്തു, പിന്നത്തെ ഫംഗ്ഷൻ അതിന്റെ മൂന്നാമത്തെ ഭാഗം എക്സിക്യൂട്ട് ചെയ്തു, ദെൻ ആ സീക്വൻസ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഇന്റർനെറ്റിൽ കൂടെ ഒക്കെ ഡാറ്റ നമ്മൾ എന്താ പറയാ പാക്കറ്റ്സ് ഒക്കെ ആയിട്ട് സെൻഡ് ചെയ്യില്ലേ? അപ്പൊ നിങ്ങൾ ISO ലെയർ ഒക്കെ പഠിച്ചിട്ടില്ലേ ഇല്ലേ? ഓരോ ലെയറും ഓരോരോ ഫംഗ്ഷൻ ചെയ്യുന്നില്ലേ? നോർമൽ കേസിൽ ഡാറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം നെറ്റ്വർക്ക് ലെയർ അങ്ങനെ കുറെ, ഫിസിക്കൽ ലെയറിലെ ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ അങ്ങനെ നമ്മൾ ഒരു ലെയേഴ്സ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ലെയറിലും ഉള്ള ഡാറ്റയുടെ ആദ്യത്തേൽ ബിറ്റ്സ് ആയിരിക്കും അല്ലെ, പിന്നെ ബിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്ത് ഫ്രെയിംസ് ആക്കും, പിന്നെ ഫ്രെയിംസിനെ ഗ്രൂപ്പ് ചെയ്ത് പാക്കറ്റ് ആക്കും. അപ്പോൾ ഓരോന്നും ഓരോ ആ ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ആണത്. അത് ഓരോ ലെയർ ആയിട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സെറ്റ് ഓഫ് ടാസ്കിനെ ഈ ഫങ്ഷൻസ് ഡിവൈഡ് ചെയ്തെടുത്തിട്ട് അത് ഓരോരുത്തരും ആയിട്ട് നമ്മളിപ്പോ ഒരു വലിയൊരു പ്രൊജക്റ്റ് 3 ആൾ കൂടി ചെയ്യൂലേ, അതേപോലെ. ഓക്കെ, ഇനി ഫങ്ഷണൽ ക്വസ്റ്റ്യൻ. സെറ്റ് ഓഫ് ഫങ്ഷൻസ് യൂസ്ഡ് ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക്. ഒരു പെർട്ടിക്കുലർ ടാസ്ക്, നേരത്തെ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ആയിരുന്നു. ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫങ്ഷൻസിനെ കമ്പൈൻ ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മൊഡ്യൂൾ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണല്ലോ പറയുന്നത് ഫങ്ഷണൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? ഇത് നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് സിംഗിൾ ലൈൻ ആയിട്ട് എഴുതി വെച്ചേക്കുന്നത്, നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തത് കപ്ലിംഗ്. ഓക്കെ, ഫസ്റ്റ് വൺ ഡാറ്റ കപ്ലിംഗ് ആണ്. ഓക്കെ, അതിൽ കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സം മൊഡ്യൂൾസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 2 മൊഡ്യൂളുകളുടെ ഇടയിൽ എന്തായാലും ചെറിയ ഇന്റർ റിലേഷൻഷിപ്സ് ഉണ്ടായും കൊണ്ട് മുന്നോട്ട് പോവുക.
എക്സിക്യൂഷനും കാര്യങ്ങളൊക്കെ നടക്കുക. അതാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. രണ്ട് മൊഡ്യൂളുകൾ ഒരു സിംഗിൾ ഡാറ്റ ഐറ്റം വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇത് തന്നെ ഈ ഒരു മൊഡ്യൂള് ആ ഡാറ്റ ഐറ്റം തൊട്ടടുത്ത മൊഡ്യൂളിന് കൊടുക്കും, തൊട്ടടുത്ത മൊഡ്യൂളിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് സെയിം ഡാറ്റയിൽ ചിലപ്പോൾ വ്യത്യാസം, അതിൻ്റെ ഔട്ട്പുട്ടിൽ കുറച്ച് ചേഞ്ച് വന്നിട്ടും ഡാറ്റ എന്ത് ചെയ്യും, ഇപ്പുറത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്തിട്ടൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഡാറ്റ കപ്ലിംഗ്. ഇനി അടുത്ത് സ്റ്റാമ്പ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾസ് കമ്മ്യൂണിക്കേറ്റ്സ് യൂസിങ് കോമ്പോസിറ്റ് ഡാറ്റ ഐറ്റം. ഒരു റെക്കോർഡ് ഇല്ല, റെക്കോർഡ് എന്ന് പറഞ്ഞാൽ കുറേ ഫീൽഡ്സ് ഉണ്ട്. ആ ഓരോ ഫീൽഡും എന്താണ്, ഓരോ ഡാറ്റയാണ്. ഒരു റെക്കോർഡ് ഓഫ് ഐറ്റം തന്നെ ഒരു സിംഗിൾ ഡാറ്റ പാസ് ചെയ്യുന്നതിന് പകരം ഗ്രൂപ്പ് ഓഫ് ഡാറ്റ, നെയിം ഉണ്ടാവും, നമ്പർ ഉണ്ടാവും, അങ്ങനെ പല രീതിയിലുള്ളത്. ഓക്കെ, അപ്പോൾ പല ടൈപ്പ് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരുമിച്ച് രണ്ട് മൊഡ്യൂളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിൽ നിന്നുള്ള ഈ ഒരു റെക്കോർഡ് ഔട്ട്പുട്ട് മറ്റേ മൊഡ്യൂൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനാണ് പറയുന്നത് സ്റ്റാമ്പ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കൺട്രോൾ കപ്ലിംഗ്. ഡാറ്റ ഫ്രം വൺ മൊഡ്യൂൾ കൺട്രോൾസ് ദി എക്സിക്യൂഷൻ ഓഫ് അനദർ മൊഡ്യൂൾ. ഒരു മൊഡ്യൂളിനകത്തുള്ള ഡാറ്റ മറ്റൊരു മൊഡ്യൂളിന്റെ എക്സിക്യൂഷനെ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് പറയുന്ന പേരാണ് കൺട്രോൾ കപ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കോമൺ കപ്ലിംഗ്. മൊഡ്യൂൾസ് ഷെയർ സെയിം ഗ്ലോബൽ ഡാറ്റ. മുകളിൽ കുറച്ചൊരു 4, 5, 8 സെറ്റ് ഓഫ് ഡാറ്റ ഐറ്റംസ് നമ്മളതിൻ്റെ ടൈപ്പ് അടക്കം മുകളിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഗ്ലോബൽ ഡാറ്റ എന്ന് പറയുന്നത്. അത് ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ മൊഡ്യൂൾസും ആ ഒരു ഗ്ലോബൽ ഡാറ്റയാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള പിന്നെ കപ്ലിങ്ങിന് പറയുന്ന പേരാണ് കോമൺ കപ്ലിംഗ്. അത് സെയിം ഡാറ്റ റെഫർ ചെയ്യുന്നതാണ്. ഇനി സെയിം കണ്ടന്റ് ഉണ്ടാവും, സെയിം കോഡ് എല്ലാത്തിലും ഒരുപോലെ വരുന്നത്. ചിലപ്പോൾ അതിൽ ഡാറ്റ മാത്രമേ അതിൽ മാറുള്ളൂ, കോഡൊക്കെ എല്ലാത്തിലും സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ഇതിന് പറയുന്നതാണ് കണ്ടന്റ് കപ്ലിംഗ്. അപ്പൊ ഇത്രയുമാണ് കപ്ലിങ്ങും കോയിഷനും. ഓക്കെ, ഇത് നിങ്ങൾ ഈ സിംപിൾ ലാംഗ്വേജിൽ തന്നെ ഒന്ന് വായിച്ച് പഠിക്കുക. അപ്പം എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, പുറത്തെങ്ങും പോവാതിരിക്കുക. ഓക്കെ, താങ്ക് യു. സ്റ്റേ സേഫ് ഡിയേഴ്സ്.